നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഗതാഗത മന്ത്രി സി.പി. ജോണുമാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ആദ്യ യാത്രയിൽ ജനങ്ങളോട് സന്തോഷം പങ്കിടുകയാണ്. സന്തോഷകരമാണ് സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി തന്നെ. സ്ത്രീകളെ പരിഗണിക്കുന്ന സമൂഹം വേഗം ലക്ഷ്യം നേടും എന്നാണ് ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ KSRTC സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും വരുന്നുണ്ട്. പ്രിയദർശിനി എന്ന് പേരിട്ട ആ യാത്ര, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അത് നേടുമോ എന്നുള്ള കാര്യത്തിൽ എന്താണ് വിമർശനങ്ങളുടെ അന്തസത്ത? ഈ പദ്ധതിയിലെ വിവേചനങ്ങൾ എന്താണ്? വിമർശനങ്ങളിൽ വല്ല കാര്യവുമുണ്ടോ? വിശദമായി നോക്കാം. രണ്ട് തരം വിമർശനങ്ങൾ ചുറ്റുവരുന്നുണ്ട്. ഒന്നാമത്തേത് അതിനെതിരായി നടക്കുന്ന പുരുഷ കൂട്ടങ്ങളുടെ ആൺകോയ്മ കുത്തിത്തിരിപ്പുകളാണ്. അത് പ്രത്യക്ഷത്തിൽ നിർദോഷം എന്ന് തോന്നിപ്പിക്കുകയും പീഡകർക്കൊപ്പം നിലകൊണ്ട് ഇത്രയും കാലം കേരളത്തിൽ ഒരു വിഭാഗം പുരുഷ കൂട്ടങ്ങൾ, പേര് പുരുഷക്കൂട്ടം എന്നാണെങ്കിലും അതിൽ സ്ത്രീകളുമുണ്ട്, ആ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, അവർ ചെയ്തു പോന്ന സംഗതിയുടെ വിപുലീകരിക്കപ്പെട്ട ഒരു സ്ത്രീവിരുദ്ധ വെർഷനാണ്. ഇതേസമയം ഒരു ഭരണകൂടം നയപരമായ തീരുമാനമെടുത്ത് ഭരണ നടപടി പ്രഖ്യാപിക്കുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന സമൂഹത്തിന് വിവേചനങ്ങളില്ലാതെ ഗുണം കിട്ടുന്നുണ്ടോ എന്ന രണ്ടാമത്തെ വിമർശനം, അത് പരിശോധിക്കപ്പെടുകയും വേണം. പൗരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് ആകെ കിട്ടേണ്ട ഒരു ആനുകൂല്യം, അത് നടപ്പാക്കാൻ സ്വീകരിച്ച മാർഗത്തിന് ഒരു പരിമിതിയുണ്ട്. ആ മാർഗം ബസ് യാത്ര വഴി ആ പണം എത്തിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്നു എന്നുള്ള ആ ബസ് യാത്ര എന്ന മാർഗം, അത് വിവേചനപൂർണ്ണമായി പോയി എന്ന വിമർശനം, അത് ഗൗരവതരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലബാറിൽ ബസ്സില്ലാത്തത് ആരുടെ കുഴപ്പം എന്ന ബാലിശമായ മറുപടി അപ്പുറത്തുനിന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. ആ ഉത്തരമല്ല അതിൻ്റെ പരിഹാരം. സ്ത്രീകൾക്ക് അടിസ്ഥാന സാമ്പത്തിക സുരക്ഷിതത്വം എന്നതാണല്ലോ പദ്ധതിയുടെ ഉദ്ദേശം. സമഗ്രതലത്തിൽ കേരള സ്ത്രീയെ ലക്ഷ്യം വെക്കുമ്പോൾ നയങ്ങൾ നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ, ടൂൾ എന്നൊക്കെ ഇംഗ്ലീഷ് പറയില്ലേ, ആ മാർഗ്ഗങ്ങൾ അതിനുതകും മട്ടിലുള്ളത് കണ്ടെത്തണം. ഇന്ത്യയിലെ നാരികളെ ആകെ ശാക്തീകരിക്കാൻ സർക്കാർ പദ്ധതി നടപ്പാക്കുന്നു, അതിനായി യാത്ര ചെയ്യുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നു, അവർക്ക് വേണ്ടി ബുള്ളറ്റ് ട്രെയിൻ തിരഞ്ഞെടുക്കുന്നു എന്ന് വെക്കുക. എന്തായിരിക്കും അതിൻ്റെ ഗുണം? ആർക്കൊക്കെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്? സ്ത്രീകൾക്കാകെ കിട്ടുമോ? ഒരു ഇന്ത്യയുടെ സ്ത്രീ സമൂഹത്തിൻ്റെ പരിച്ഛേദം, അതിൽ പ്രാതിനിധ്യങ്ങൾ എങ്കിലും ഉണ്ടാകുമോ? സ്ത്രീകളെ ആകെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയിൽ ആപ്പിൾ കർഷകരായ സ്ത്രീകൾക്ക് മാത്രം ആനുകൂല്യം നൽകി അത് സ്ത്രീകൾക്കാകെയുള്ളതെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് ആ മട്ടിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സമഗ്രതയിൽ സ്ത്രീ അഡ്രസ്സ് ചെയ്യില്ല. അതുപോലെയുള്ള പദ്ധതിയായി KSRTC ബസ് യാത്രാ പദ്ധതി മാറുകയാണ്. അവിടെ അതിലും കൂടിയ വിവേചനമുണ്ട്. അതെങ്ങനെ? അതാണ് KSRTC ബസ് കേരളത്തിലെ അടിസ്ഥാന വർഗ സ്ത്രീകളിൽ എത്ര പേർക്ക് ആശ്രയിക്കാൻ കഴിയും എന്ന കണക്കിൻ്റെ കഥ. മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെയും പ്രാതിനിധ്യങ്ങളെ സമഗ്രമായി അഡ്രസ്സ് ചെയ്യുന്ന അർഹരായവരെ തെരഞ്ഞെടുത്ത് നൽകുന്ന മറ്റൊരു പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ടാണ് സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇത് അത്തരമൊരു വാർത്തയാണ്. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ കുഴപ്പത്തിലാക്കുന്ന തീരുമാനങ്ങൾ അവർ എടുക്കുന്നുണ്ടോ അണിയറയിൽ? കേരളത്തിലെ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് നടപ്പാക്കപ്പെട്ട സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രതിസന്ധിയിലാക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 2 മാസക്കാലമായി 1000 രൂപ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 2 മാസക്കാലമായി അത് ലഭിക്കുന്നില്ലത്രേ. ഇനി അങ്ങോട്ട് UDF സർക്കാർ ആ പദ്ധതി പരിഗണിക്കില്ല എന്നാണ് വാർത്തകൾ. ഏറ്റവും സാധാരണക്കാരായ വീട്ടമ്മമാരായ 35 വയസ്സിന് മുകളിലുള്ള 60-ൽ താഴെയുള്ള നിർധന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷനാണത്. 31.34 ലക്ഷം പേർക്ക് വേണ്ടി സങ്കല്പിച്ച പദ്ധതി. നിലവിൽ അത് ലഭിക്കാനായി നൽകപ്പെട്ടിട്ടുള്ള അപേക്ഷ 18,18,047 എണ്ണം തീരുമാനമാകാതെ കാത്തിരിപ്പിലാണത്രേ. 16 ലക്ഷത്തോളം പേർക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 30 ലക്ഷം പേർക്ക് അവരുടെ പദ്ധതിയിലെ കൺസെപ്റ്റ് പ്രകാരം കിട്ടണമെങ്കിൽ 3600 കോടിയോളം രൂപ വേണത്രേ. നിലവിലെ അപേക്ഷകളും തീർപ്പാക്കിയാൽ പദ്ധതി പൂർണ്ണ ലക്ഷ്യത്തിലെത്തും. ഏറ്റവും ഒടുവിലത്തെ മാസം 18,18,047 പേരുടെ കണക്ക് പറഞ്ഞല്ലോ. നിലവിൽ ചുരുങ്ങിയത് 2000 കോടിയെങ്കിലും ഇങ്ങനെ ലഭിക്കുന്നുണ്ട് ആളുകൾക്ക്. കഴിഞ്ഞ ബജറ്റിൽ 3720 കോടി രൂപ അതിനായി മാറ്റിവെക്കുകയും ചെയ്തതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അത് നടപ്പാക്കിയ സർക്കാരിനെതിരായ വിധിയാണ് ഉണ്ടായത്. സ്വാഭാവികമായും UDF പുനരാലോചന നടത്തിയേക്കാം, അതുകൊണ്ട് ഗുണമില്ല എന്ന് തീരുമാനിച്ചേക്കാം. എന്നാൽ ആ പദ്ധതിയുടെ മെറിറ്റും സാമൂഹ്യ ശാസ്ത്രവും വോട്ടിന് മേലെ പരിശോധിക്കപ്പെടണം. അതില്ലാതാക്കും മട്ടിൽ ഒരു വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന മറ്റൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് സമാന്തരമായി എല്ലാ വിഭാഗത്തെയും അഡ്രസ്സ് ചെയ്യുന്ന, എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകൾ സമൂഹത്തിന് ഗുണം കിട്ടുന്നൊരു പദ്ധതിയാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്, നടപ്പാക്കപ്പെടേണ്ടത്. എന്നാൽ അതില്ലാതാക്കും വിധത്തിൽ ഒരു നിലപാട് എടുക്കുന്നു എന്ന് വാർത്തകൾ വരുമ്പോൾ തന്നെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന മറ്റൊരു പദ്ധതിയായാണ് KSRTCയുടെ സൗജന്യ യാത്ര പ്രിയദർശിനി നടപ്പാക്കുന്നത്. അത് അനീതിയാണ്. KSRTCയുടെ സൗജന്യ യാത്ര വഴി 800 കോടി രൂപയാണ് സർക്കാരിന് ചെലവ്. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കുള്ള 3600 കോടിയൊന്നും ഇവിടെ വേണ്ട. ഒന്നിന് പകരമാണ് മറ്റതെങ്കിൽ സർക്കാരിന് ലാഭം തന്നെ. എന്നാൽ കൃത്യമായി അർഹരായ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് അവരെ മുന്നോട്ട് നയിക്കാനുള്ള പദ്ധതി എന്ന നിലയിൽ സ്ത്രീ സുരക്ഷാ പെൻഷന്, ക്ഷേമ പെൻഷന് സാമൂഹ്യ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ കൂടിയ പങ്കുണ്ട്. ഇനി ഇതും സ്ത്രീകൾക്കുള്ള പദ്ധതി, അപ്പോൾ പിന്നെ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ന്യായവും നിലനിൽക്കില്ല.
നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിലവിലെ ബസ്സിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നല്ലോ. അതിൽ തന്നെ ആർക്കൊക്കെ ഏതിലൊക്കെ സഞ്ചരിക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് KSRTC. മലപ്പുറത്തെ കണക്കാണ് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു കണക്ക്. മലപ്പുറത്തെ KSRTC അതും ഓർഡിനറി നാമമാത്രമായി മാത്രമുള്ള സ്ഥിരം യാത്ര ചെയ്യുന്ന സാമ്പത്തിക അടിത്തറയില്ലാത്ത മലപ്പുറത്തെ ഒരു സ്ത്രീയുടെ കാര്യം എടുക്കുക. അവർക്ക് കൂടി കിട്ടേണ്ടതാണ് ഈ ആനുകൂല്യം. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അത് കിട്ടാതാകുന്നു. മാത്രമല്ല, പുതിയ പദ്ധതി കിട്ടാതിരിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇരട്ടി ആഘാതം നേരിടേണ്ടി വരും. ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനത്തിൻ്റെ തോതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, KSRTC ബസ് യാത്രികരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ സാമ്പത്തിക അടിസ്ഥാനത്തിൽ എത്ര മട്ടിൽ ഏത് തട്ടിൽ ഉള്ളവരാണ് എന്നും അത് സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ എത്രത്തോളം വിവേചനരഹിതമായ പങ്ക് വഹിക്കുന്നു എന്നതും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ പദ്ധതിക്ക് വിനിയോഗിക്കുന്ന പണം അല്ലെങ്കിൽ സമ്പത്ത്, അതിനുള്ള ഊർജം സമാന്തരമായി എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിലുള്ളൊരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടാണെങ്കിൽ എന്തുമാത്രം മെച്ചമുണ്ടാകും, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലാവുമല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. യാത്രാനുകൂല്യം കിട്ടുന്ന പകുതി പേരെങ്കിലും സാമ്പത്തിക അടിസ്ഥാനത്തിൽ അത് അർഹിക്കുന്നവരായിരിക്കും. എന്നാൽ സ്ത്രീ തുല്യത എന്ന മുദ്രാവാക്യത്തിലേക്കുള്ള യാത്രയിൽ സമഗ്രതലത്തിൽ അത് എത്തുമോ എന്നുള്ളതാണ്. പക്ഷേ ആശയം ഗംഭീരമാണ്. അവിടെയാണ് അത് കേരളം എന്ന സങ്കല്പത്തിൽ സ്ത്രീകളുടെ പരിച്ഛേദമായി നിൽക്കുന്ന സമൂഹത്തിലേക്ക് പരിമിതമായി എത്തുന്നുള്ളൂ എന്ന ആശങ്ക നിലനിൽക്കുന്നത്. ബസ് സൗകര്യങ്ങളുടെ കണക്കുകളുടെ യാഥാർത്ഥ്യം പറഞ്ഞത്. വീണ്ടും അപ്പോൾ ബസ്സില്ലാത്തത് VD സർക്കാരിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നവർ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ കൂടി ആലോചിക്കണം. പൗരൻ്റെ നികുതി പണം ഉപയോഗിച്ച് സ്ത്രീകൾക്കായി ഒരു പദ്ധതി, അത് ആലോചിക്കുമ്പോൾ എല്ലാ വിധത്തിൽ എല്ലാ തലത്തിലുമുള്ള സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ആലോചിക്കണ്ടേ? അതിന് പറ്റാത്തൊരു മാർഗം ബസ് യാത്രാ സൗജന്യം തിരഞ്ഞെടുത്തത് ഇതേ സർക്കാരല്ലേ? അതിന് ഇതിൻ്റെ ഇരകൾ എന്ത് പഴിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോക്താക്കൾ എന്ത് പഴിച്ചു? ഇത്ര വിപുലമായി പണവും സർക്കാരിൻ്റെ ഊർജ്ജവും ചെലവഴിച്ച് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം എന്ന മട്ടിലാകണം. അതിനല്ലേ കേരളം മൊത്തം ഭരിക്കാൻ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ആനുകൂല്യം അവരുടേതല്ലാത്ത കാരണം കൊണ്ട് ലഭിക്കാത്ത സ്ത്രീ സമൂഹത്തിന് ആരുത്തരം നൽകും എന്നതാണ്. അവരെവിടെ പോയി ആ ആനുകൂല്യം വാങ്ങും? സ്ത്രീ എന്നാൽ നഗരത്തിലെ സ്ത്രീയോ ബസ്സുള്ള സ്ഥലത്തെ സ്ത്രീയോ മാത്രമല്ലല്ലോ, ബസ് ഇല്ലാത്ത സ്ഥലത്തെ സ്ത്രീയും ആണല്ലോ. അതായത് ഈ അർഹിക്കുന്ന ആനുകൂല്യം കിട്ടുന്ന ബസ്സില്ലാത്ത സ്ഥലത്തെ സ്ത്രീയും ആണല്ലോ. പക്ഷേ ഇവർ അർഹിക്കുന്നുമുണ്ട്. അവർ മറ്റൊരു ബസ്സിൽ പോകുന്നവർ അത് അർഹിക്കുന്നുമുണ്ട്. അതായത് പകുതിയിലധികം സ്ത്രീകൾക്ക്, യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ സൗകര്യത്തിൻ്റെ ഗുണം ലഭിക്കില്ല എന്നുള്ള കാര്യമാണ്. പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം സ്ത്രീ ഉന്നതി എന്ന അതിൻ്റെ സമഗ്രതയിൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് കാര്യം അതിൻ്റെ മാർഗത്തിൻ്റെ പരിമിതിയിൽ പൂർണ്ണമായി വിജയിക്കുന്നില്ല എന്നാണ്. അപ്പോഴും ആ പദ്ധതിയുടെ ഉള്ളടക്കത്തെ ആരോഗ്യകരമായി തന്നെ കാണണം. വാഗ്ദാനം അതുപോലെ പാലിച്ചില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് ആ മട്ടിൽ സ്ത്രീ ഉന്നതിയിലേക്ക് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്ത്രീ യാത്രാ സൗജന്യം നടപ്പാക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം ഇല്ലാതാകുന്നില്ല. അതിനെതിരായ വിമർശനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായി തന്നെ കാണണം. ഒന്ന്, പുരുഷ കോയ്മകളെ നല്ല കവറിങ്ങിൽ അവതരിപ്പിക്കുന്ന ആൺകൂട്ടങ്ങളുടെ കല്ലേറുകൾ, പുരുഷന്മാർക്കും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നാടകങ്ങൾ, അത് ഈ യാത്രാ സൗജന്യ പദ്ധതിയുടെ പേരിൽ മാത്രം ഉണ്ടായതല്ല. എല്ലാ കാലത്തും സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്കിനെതിരായ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് കാണണം. അതിനൊരു സാമൂഹ്യ വിപത്ത് എന്ന നിലയിൽ തന്നെ കാണണം. എന്നാൽ രണ്ടാമത്തെ വിമർശനം സർക്കാർ ഗൗരവതരമായി കാണണം. സമഗ്രമായി സ്ത്രീക്കുള്ള അവകാശം എന്ന നിലയിൽ ഉള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ വിവേചനം അനുഭവിക്കേണ്ടി വരുന്നവരുടെ കാര്യം, അതോടൊപ്പം സ്ത്രീകളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് കൃത്യമായി നടപ്പാക്കപ്പെട്ട സുരക്ഷാ പെൻഷൻ പോലുള്ള സ്ത്രീക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപവും. എന്തായാലും സ്ത്രീയുടെ അന്തസ്സുയർത്തും മട്ടിൽ സ്ത്രീകളെ പരിഗണിക്കുന്ന ഏത് നടപടികൾക്കൊപ്പവും നമുക്ക് നിൽക്കണം. അത് സ്ത്രീ സുരക്ഷാ പെൻഷനായാലും KSRTCയിലെ സൗജന്യ യാത്രയായാലും വിവേചനങ്ങൾ വിമർശനങ്ങൾക്കും വിധേയമാക്കുക. കേരള സ്ത്രീക്ക് ഒരു നല്ല യാത്ര നടപ്പാക്കിയ സർക്കാരിന് അഭിനന്ദനവും ആശംസകൾ. നന്ദി, നമസ്കാരം.